നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വിൽ, വുഡ് ആൻഡ് വുഡ് ഹാവ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ക്യാൻ, കുഡ് ഹാവ് പഠിച്ചില്ലേ? അതേപോലെ തന്നെയാണ് വില്ലും വുഡും വുഡ് ഹാവ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായിട്ട് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ആദ്യം വില്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ വിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഒരു കാര്യം നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം സംഭവിക്കും, ഒരു കാര്യം ഒരാൾ ചെയ്യും അല്ലെങ്കിൽ സംഭവിക്കും. അതായത് ഒരു കാര്യം ഒരാൾ ചെയ്യും, അതല്ലെങ്കിൽ സംഭവിക്കും, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഞാൻ നാളെ വരും. അപ്പം വരും എന്നുള്ളതിന് പകരം നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? വരും എന്നുള്ളതിന് പകരം വിൽ കം എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം സംഭവിക്കും, ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണോ ആ കാര്യം അതിന് മുന്നേ വില്ല് ചേർത്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, വിളിക്കും എന്നാണെങ്കിൽ വിൽ കോൾ, കഴിക്കും എന്നാണെങ്കിൽ വിൽ ഈറ്റ്, കുടിക്കും വിൽ ഡ്രിങ്ക്, ഓടും വിൽ റൺ. അപ്പം അങ്ങനെ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യും എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വില്ല് യൂസ് ചെയ്യുക. പിന്നെ ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഭാവിയിലെ കാര്യം പറയാൻ വേണ്ടി. അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വില്ല് യൂസ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തൊരു കാര്യമോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമോ ഒന്നും പറയുമ്പോൾ നമ്മൾ വില്ല് യൂസ് ചെയ്യില്ല. ഇനി നാളെയോ അടുത്ത കൊല്ലോ എപ്പോഴെങ്കിലും, ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. അവൻ നിന്നെ വിളിക്കും. ഇവിടെ കണ്ടോ, അവൻ നിന്നെ വിളിക്കും, ഒരു കാര്യം ചെയ്യും എന്നാണ്. ചിലപ്പോൾ അവൻ നിന്ന് വൈകുന്നേരം ആയിരിക്കും നിന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ചിലപ്പം നാളെ ആയിരിക്കും നിന്നെ വിളിക്കുന്നത്. എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹി വിൽ കോൾ യു എന്ന് പറയാം. ഓക്കെ, അവൻ നിന്നെ വിളിക്കും, ഹി വിൽ കോൾ യു. ഇവിടെ വിൽ കോൾ എന്തുകൊണ്ടാണ് വരുന്നത്? ഭാവിയിൽ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് വിൽ കോൾ വരുന്നത്. ഇനി ഇതാണ് വിൽ അല്ലേ? ഇതെന്താ? ഒരു കാര്യം ചെയ്യും, സംഭവിക്കും എന്ന് പറയാനായിട്ട്. പക്ഷെ നമ്മൾ വുഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറയുമ്പോൾ. അതായത് അവൻ നാളെ വരുമെന്ന് പറഞ്ഞു, വരുമെന്ന് പറഞ്ഞു അല്ലേ? വരും എന്നല്ല പറഞ്ഞത്, വരുമെന്ന് വേറെ ആരോ പറഞ്ഞതാണ്. അവൻ നാളെ വരുമെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഹീ സെഡ് ഹീ വുഡ് കം. അതായത് വുഡ് കം ആയി. വരും എന്നാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവൻ നാളെ വരും, അങ്ങനെയാണെങ്കിൽ ഹീ വിൽ കം എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു അവൻ നാളെ വരുമെന്ന്. നമ്മൾ വേറൊരാൾ പറഞ്ഞൊരു കാര്യം മൂന്നാമത്തെ ഒരാളുടെ അടുത്തോ നാലാമത്തെ ഒരാളുടെ അടുത്തോ ഷെയർ ചെയ്യാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് വിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത്, വുഡ് കം. കാരണം ഇതിന് സംഭവിച്ചിട്ടില്ല, നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും, വുഡ് കം. നേരത്തെ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മളിവിടെ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അവൻ എന്നെ വിളിക്കുമെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പറയും? അവൻ എന്നെ വിളിക്കുമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് എന്ന് വെച്ചാൽ അവൾ പറഞ്ഞു. എന്താ അവൾ പറഞ്ഞത്? അവൻ എന്നെ വിളിക്കുമെന്ന്. അപ്പോൾ വിളിക്കുമെന്ന് എന്ന് വന്നപ്പോൾ എന്ത് പറയും? നമ്മൾ വുഡ് കോൾ പറയും. വുഡ് കോൾ, വിളിക്കുമെന്ന് പറഞ്ഞു. സോ ഷീ സെഡ് ഹി വുഡ് കോൾ മീ. അവൻ എന്നെ വിളിക്കുമെന്ന് അവൾ പറഞ്ഞു. സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു, അതായത് അവൾ പോകുമെന്ന് പറഞ്ഞു, അവൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുമെന്ന്, വരുമെന്ന്, പോകുമെന്ന്, അങ്ങനത്തെ വാക്കുകൾക്ക് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് വുഡ് കം, വുഡ് കോൾ, വുഡ് ടെൽ, വുഡ് ബൈ, അങ്ങനെ. ഓക്കെ, അതായത് നമ്മൾ ഒരാൾ നമ്മളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ല് യൂസ് ചെയ്യാതെ വുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വുഡ് ഹാവിൻ്റെ കേസ് വരുമ്പോൾ, വുഡ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും നേരത്തെ കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു നോക്കാം, നീ വിളിച്ചിരുന്നെങ്കിൽ അവൻ വരുമായിരുന്നു. എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ നടത്തുകയാണ്, അപ്പോൾ ആ പരിപാടിക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചില്ല. എന്നിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് പറയാ, എടി നീ വിളിച്ചിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരുമായിരുന്നു. അതായത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പറയാം, നീ വിളിക്കാത്തതുകൊണ്ടാണ് അവൻ വരാത്തെ, വിളിച്ചിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരുമായിരുന്നു. അതായത് നടന്നു കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതായിരുന്നേനെ അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? നീ വിളിച്ചിരുന്നെങ്കിൽ. ഇവിടെ ഈ എങ്കിൽ നിങ്ങൾ കണ്ടോ? എങ്കിൽ അതിന് പകരമാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇഫ്. അപ്പോൾ നീ വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇഫ് യു ഹാഡ് കോൾഡ്, നീ വിളിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവൻ വരുമായിരുന്നു. അതായത് നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വരത്തില്ലായിരുന്നു കാണും, നമുക്കറിയത്തില്ല. നടന്നു കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ പിന്നീട് പറയാണ്. അപ്പോൾ ഹി വുഡ് ഹാവ് കം,
ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. വുഡിൻ്റെ കേസിലായാലും വില്ലിൻ്റെ കേസിലായാലും നമ്മൾ സാധാരണ വില്ലിൻ്റെ കൂടെ അല്ലെങ്കിൽ വുഡിൻ്റെ കൂടെ വെറുതെ വേർബ് എഴുതുകയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ വിൽ കോൾ അല്ലെങ്കിൽ വുഡ് കോൾ. പക്ഷേ വുഡ് ഹാവിൻ്റെ കൂടെ അങ്ങനെ പറ്റില്ല. വുഡ് ഹാവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വുഡ് ഹാവിൻ്റെ കേസിൽ നമ്മൾ V3 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം. അതായത് ഹാസിൻ്റെ കൂടെയും ഹാവിൻ്റെ കൂടെയും ഹാഡിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ വേർബിൻ്റെ V3 ഫോം വേണം യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇഫ് യു ഹാഡ് കോൾഡ് ഹി വുഡ് ഹാവ് കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവൾ പറഞ്ഞിരുന്നെങ്കിൽ അവൻ നിന്നെ വിളിച്ചേനെ. അവൾ പറഞ്ഞിരുന്നെങ്കിൽ അവൻ നിന്നെ വിളിച്ചേനെ. അപ്പം എന്താ സംഭവിച്ചത്? അവൾ പറഞ്ഞുമില്ല, അവൻ നിന്നെ വിളിച്ചതുമില്ല. അപ്പം അങ്ങനത്തെ കേസ്, അതായത് നേരത്തെ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. സോ ഇതെങ്ങനെ പറയും നമ്മൾ? അവൾ പറഞ്ഞിരുന്നെങ്കിൽ, ഇഫ് ഷീ എന്ന് വെച്ചാൽ അവൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇഫ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇഫ് ഷീ ഹാഡ് സെഡ്, അവൾ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഹി വുഡ് ഹാവ് കോൾഡ് യു. വുഡ് ഹാവ് കോൾഡ് യു എന്ന് പറയുമ്പോൾ വിളിച്ചിരുന്നേനെ അല്ലേ, വിളിക്കുമായിരുന്നു. അവൾ പറഞ്ഞിരുന്നെങ്കിൽ വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ കേസസ്, നേരത്തെ നടന്നു കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചേനെ. അതായത് ഇഫ് ഷീ ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് കം, അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്നേനെ. അല്ലെങ്കിൽ ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ് ഹർ ഹി വുഡ് ഹാവ് അറ്റൻഡഡ് ദ വെഡിങ്. അതായത് അവൾ വിളിച്ചിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും കല്യാണം അറ്റൻഡ് ചെയ്തേനെ. അതായത് നേരത്തെ കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ചെയ്യും അല്ലെങ്കിൽ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. വുഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞു, വരുമെന്ന് പറഞ്ഞു, നിൽക്കുമെന്ന് പറഞ്ഞു, കഴിക്കുമെന്ന് പറഞ്ഞു, അങ്ങനത്തെ കേസസിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. ഇനി വുഡ് ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്തത്? നടന്നു കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റി പിന്നീട് നമ്മൾ പറയാണ്, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വില്ലും വുഡും ഒന്നും കുഴപ്പമില്ല, നമുക്ക് വേർബ് അതുപോലെ തന്നെ എഴുതാം. പക്ഷേ വുഡ് ഹാവിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം? വേർബിൻ്റെ V3 ഫോം തന്നെ യൂസ് ചെയ്യണം. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചെടുത്തില്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലത്തെ സെൻറ്റൻസസ് നിങ്ങളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ ഉറപ്പായിട്ട് ഇത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.